ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ കണ്ടൻറ്റ് ദ പവർ ഓഫ് സെയിൽസ് മാൻ. ഒരു സെയിൽസ് പേഴ്സൻ്റെ പവർ എന്താണെന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ അധികം ലാഗ് അടിപ്പിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ ഒരു സെയിൽസ്മാൻ്റെ പവർ എന്നുള്ളത് കുറച്ച് ലോജിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റ് അതിൻ്റെ ക്വാളിറ്റി നമ്മൾ സർട്ടിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ആ ക്വാളിറ്റിയാണ് നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ വിൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതായത് വാട്ടെവർ എന്തോ ആയിക്കോട്ടെ, ആ പ്രൊഡക്റ്റിന് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ആ പ്രൊഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. അതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. രണ്ട്, ഇത് മാർക്കറ്റിൽ എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നതാണ്. ഇത് സെല്ല് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റനവധി പ്രൊഡക്ട്സ് മാർക്കറ്റിലുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് എത്തുന്ന സമയത്ത് കോമ്പറ്റീറ്റർ തീർച്ചയായിട്ടും ഉണ്ടാകും, അല്ലേ? എല്ലാ ഐറ്റംസിനും കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സ് ഉള്ള സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പ്രൈസ് നമ്മൾ കുറച്ച് ലെസ് ചെയ്ത് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ചെയ്ത് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഒരു ക്വാണ്ടിറ്റി ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്. ക്വാണ്ടിറ്റി ഫൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ലെസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ നിങ്ങൾ ക്രെഡിറ്റായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എനിക്ക് ആദ്യം പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം റെഡി പേയ്മെൻറ്റിന്, ഇച്ചിരി പ്രോഫിറ്റ് നമുക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് റെഡി പേയ്മെൻറ്റ് കിട്ടുക, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ബിസിനസ് എന്ന് പറയുന്നത്. ശരി, ഓക്കെ, നമ്മുടെ ബിസിനസ്സിൻ്റെ ഓരോ ഘട്ടങ്ങൾ അതങ്ങനെയാണ്. അതിൻ്റെ മാർക്കറ്റിംഗ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സെല് ചെയ്യുന്നത്. ശരി, നമുക്ക് ക്രെഡിറ്റ് കൊടുക്കുക. ഒരു കസ്റ്റമറിന് ക്രെഡിറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രൊഡക്റ്റ് അവിടെ റെഗുലറി ഇത് വിറ്റ് പോകുന്ന സാധനമാണ്, അവിടെ നിന്ന് സെയിൽ ചെയ്ത് പോകുന്നുണ്ടോ? ഈ സെല്ലായി പോകുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക, ഈ പ്രൊഡക്റ്റ് അധികം പ്രൊമോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഈ സാധനം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവിടെ ഇരുന്ന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. പോയിട്ട് നമ്മളത് ക്രെഡിറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ഈ ക്രെഡിറ്റിൻ്റെ ഫണ്ട് ചിലപ്പോൾ നമുക്ക് കളക്ഷനായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഒരു ഡേ ടു ഡേ ആയിരിക്കും, അല്ലെങ്കിൽ വീക്കെൻഡ് ആയിരിക്കും, മന്ത്ലി ആയിരിക്കും. അപ്പോൾ ഈ കളക്ഷൻ കിട്ടുന്ന സമയത്ത് ഈ അവിടെ ഡിമാൻഡിങ് അല്ലാത്ത സാധനം, അല്ലെങ്കിൽ അവിടെ നിന്ന് സെല്ല് ചെയ്ത് ആ ഷോപ്പിൽ നിന്നും സെല്ല് ചെയ്ത് പുറത്ത് പോകാത്ത സാധനമാണെന്നുണ്ടെങ്കിൽ ഈ സാധനം അവിടെ ഇരുന്നിട്ട് ഡാമേജ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ തന്നെ റിട്ടേൺ എടുക്കണം. അപ്പോൾ നമ്മുടെ സാമ്പത്തികം, സമയം, പിന്നെ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടും എന്നുള്ളതാണ്. പിന്നെ അതിനെ റീപ്ലേസ് ചെയ്തെടുക്കുന്ന സമയത്ത് അതും നമ്മുടെ ഫണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇത് റൈറ്റ് പൊസിഷൻ കണ്ട് ഇത് ആർക്കാണോ കൃത്യമായിട്ട് ഇത് അവരുടെ ഷോപ്പിൽ നിന്നും ഇത് വിറ്റ് പോകുന്ന ആ ഷോപ്പ് നമ്മൾ കറക്റ്റ് അത് മോണിറ്റർ ചെയ്യുക. ആ മോണിറ്റർ ചെയ്തതിന് ശേഷം നമ്മൾ അവർക്ക് വേണം എന്ത് ചെയ്യുക, ഈ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനും ക്രെഡിറ്റ് കൊടുക്കാൻ. ഈ ക്രെഡിറ്റ് കൊടുക്കുന്ന സമയത്ത് അത് അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ അടക്കുക, ആ ഷോപ്പിൻ്റെ എക്സ്പീരിയൻസ് നോക്കുക, എക്സ്പീരിയൻസ് നോക്കുക, അവരുടെ ഫിനാൻഷ്യലി എങ്ങനെയാണെന്ന് നോക്കുക, ഫിനാൻഷ്യലി എങ്ങനെയാണ് അവർ മറ്റുള്ളവർക്ക് കൈകാര്യം ചെയ്യുന്നത് നോക്കുക, നമുക്ക് ഏത് രീതിയിലാണ് കിട്ടുന്നതെന്ന് നോക്കുക. എന്നിട്ട് ഒരു ലിമിറ്റ് വെച്ചിട്ട് ഇത്ര രൂപ നമ്മൾ ഒരു കസ്റ്റമർ പേഴ്സണ് നമ്മൾ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ട് ഇത്ര രൂപ നമ്മൾ കണക്കാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ക്രെഡിറ്റ് കൊടുക്കാനായിട്ട്. നമുക്ക് ആവശ്യമില്ലാത്തടത്ത് വലിച്ചുവാരി ക്രെഡിറ്റ് കൊടുക്കരുത്. അത് ബിസിനസ്സിന് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് തള്ളിയിടുന്നതിന് തുല്യമാണ്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ ഒരു കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് ചെല്ലുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ചെല്ലുന്ന കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ആ ഷോപ്പിന് എത്രമാത്രം അത് വാല്യുബിൾ ആണ് എന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് ഒരു കസ്റ്റമറിൻ്റെ അടുത്ത് ഉപയോഗിക്കുക. അത് വാല്യുബിൾ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഇത് എവിടെയാണോ ഇതിൻ്റെ റൈറ്റ് പൊസിഷൻ, ഇത് ആർക്കാണോ ഇത് ആവശ്യമുള്ളത്, ആ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചെല്ലുകയും അവിടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യും, അവിടെ നമ്മുടെ സ്കില്ല് കാണിക്കുകയും ചെയ്യുക.
നമ്മൾ വേണ്ടാത്ത സ്ഥലത്ത് ചെന്ന് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ സ്കില്ല് ഒരുപാട് അവിടെ കാണിച്ച് നമ്മുടെ സ്കില്ല് അവരുടെ മുമ്പിൽ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമ്മളെ ടൈം വെറുതെ നഷ്ടപ്പെടുകയാണ്, നമ്മുടെ കോൺഫിഡൻസ് തകരുകയാണ്. ഒരിക്കലും നിങ്ങൾ അവിടെ പോലും നമുക്ക് എവിടെയാണ് ചെല്ലേണ്ടതെന്ന് റൈറ്റ് പൊസിഷന് റൈറ്റ് പേഴ്സണെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തുക. അപ്പോൾ പ്രൊഡക്റ്റുമായിട്ട് ചെല്ലുമ്പോൾ ഈ ഒരു കാര്യം വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക. കാലവർഷത്തിൻ്റെ മഴ വളരെ കഠിനമായിട്ട് പെയ്യുന്നുണ്ട്. അപ്പോൾ യാത്രകൾ ചെയ്യുന്നവർ, റോഡിലൂടെ വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കുക. ആക്സിഡൻറ്റുകൾ നടക്കുന്നുണ്ട് ഒരുപാട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം വണ്ടികൾ ഓടിക്കാൻ. ഓവർടേക്കൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരോടും സ്നേഹം മാത്രം. സേഫായിട്ടിരിക്കുക. മഴയാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.